കേരള നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിനും SNDP യോഗത്തിനുമുള്ള പങ്ക് മറ്റൊന്നിനും അവകാശപ്പെടാനില്ലാത്തതാണ്. പലമതസാരവും ഏകം എന്നരുളി ഗുരു നയിച്ച വഴിയിലൂടെയാണ് നാം ഇന്നിലേക്ക് നടന്നു കയറിയത്. എന്നാൽ ആ വഴി പണ്ടേ മറന്നയാളാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ. ഗുരു കൊടുക്കരുതെന്നും കുടിക്കരുതെന്നും പറഞ്ഞ മദ്യം കൊടുത്തും കുടിപ്പിച്ചും അതിസമ്പന്നനായും അതുവഴി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായും വളർന്നയാൾ, ജാതിയെ, സമുദായ സംഘബലത്തെ, എന്തിനു ഗുരുവിനെ പോലും കൃത്യം വിപണന യുക്തിയോടെ കാണുന്നയാൾ, കേരളത്തിൽ അധികാരത്തിലെത്തുന്ന ഇടത് വലത് മുന്നണികൾക്കൊപ്പം നിൽക്കും. ചിലപ്പോൾ വാവിട്ട് പറയും, പിന്നെ വാരിപ്പുണരും. എന്തൊക്കെയായാലും ബന്ധം മുറിക്കില്ല. മകനെ കൊണ്ട് BDJS എന്ന പാർട്ടി ഉണ്ടാക്കിപ്പിച്ചു. BJPക്കൊപ്പം ചേർത്ത് കേരളവും പിടിക്കാനൊരുങ്ങുന്നു. അച്ഛനാകട്ടെ പിണറായിയുടെ വേണ്ടപ്പെട്ടയാളും. രണ്ടു വള്ളത്തിലല്ല, പല വള്ളങ്ങളിൽ ഒരുമിച്ച് ചവിട്ടാനും ചാടാനും കഴിവുള്ള ഒന്നാം തരം മുതലാളി ബുദ്ധി. അതൊക്കെ മുതലാളിയുടെ കാര്യം. ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ്. കേരളത്തിലെ ഇടതു സർക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല വിഷയം കത്തിപ്പടർന്ന കാലത്ത് വെള്ളാപ്പള്ളി നടേശനും കൂടി ചേർന്നാണ് നവോത്ഥാന മതിൽ കെട്ടിയത്. ഒരു കാര്യം പറയട്ടെ, ഈ മതിലിലെ അശ്ലീല മുഖമാണ് വെള്ളാപ്പള്ളി. ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, പല കാലത്ത് പല വിഷയങ്ങളിൽ വെള്ളാപ്പള്ളിയുടെ ഉള്ളിലെ കൊടും വിഷം നാം കണ്ടതും കേട്ടതുമാണ്. ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം, രാജ്യസഭാ സീറ്റ് വിഷയങ്ങളിലെ നടേശന്റെ അഭിപ്രായം കേൾക്കണം. കേരളത്തിൽ കുറെ കാലമായി സംഘപരിവാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന മുസ്ലിം പ്രീണന സിദ്ധാന്തം, അതായത് ഇടത് പരാജയത്തിന് കാരണം മുസ്ലിങ്ങളെ സഹായിക്കുന്നതാണ്. രാജ്യസഭാ സീറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നത് ഉൾപ്പെടെ അവസാനിപ്പിക്കണം. കേരളത്തിലെ ഇടത് വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടായെന്നത് സത്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ അനധികൃതമായി മുസ്ലിങ്ങൾക്ക് എന്തൊക്കെയോ നൽകുന്നുണ്ടെന്നും അതാണ് ഈഴവാദി വോട്ടുകളുടെ ചോർച്ചയ്ക്ക് കാരണമെന്നുമുള്ള വ്യാഖ്യാനം വിഷം ചീറ്റലാണ്. RSS എന്താണോ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതാണ് വെള്ളാപ്പള്ളിയും പറയുന്നത്. മദ്രസ അധ്യാപകർക്ക് സർക്കാർ പെൻഷൻ നൽകുന്നുണ്ടെന്നത് അടക്കമുള്ള വ്യാജ നിർമ്മിതികളുടെ പുറത്താണ് ഈ പ്രചാരണം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2015 കോഴിക്കോട് മാൻഹോളിൽ കുടുങ്ങിയ തൊഴിലാളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണപ്പെട്ട നൌഷാദിനെ ഓർമ്മയില്ലേ? ആ മനുഷ്യസ്നേഹിയുടെ കുടുംബത്തെ സർക്കാർ സഹായിച്ചപ്പോൾ വെള്ളാപ്പള്ളി കണ്ടത് നൌഷാദ് എന്ന മനുഷ്യനെയല്ല, ആ പേരിലെ മുസ്ലിം ഐഡന്റിറ്റിയായിരുന്നു. വീണ്ടും 2021 ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പള്ളി വിഷം ചീറ്റി. എന്നിട്ടും നവോത്ഥാനം സംരക്ഷിക്കാനുള്ള സമിതിയുടെ ചെയർമാനായി ഇപ്പോഴും പിണറായി ഇരുത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെയാണ്. എന്നാൽ CPM ഓർക്കേണ്ട കാര്യം, ജനങ്ങളെ കരുതലോടെ സമീപിച്ച് അവർക്കൊപ്പം നിന്നാൽ ഒരു മുതലാളിയുടെയും ഇടനില പാർട്ടിക്ക് ആവശ്യം വരില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ച തന്നെയാണ് ഇതിന് ഏറ്റവും ഉദാഹരണം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലമതസാരവും ഏകമെന്നരുളിയ ഗുരുമതി, പലവിധ യുക്തി പറയുന്ന പാമരന്മാർ വേണ്ട.